ഹലോ, ട്രാവൽ ആൻഡ് ഫുഡ് സ്റ്റോറിയുടെ അടുത്തൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ചത്തെ എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും കണ്ടു, വളരെയധികം സപ്പോർട്ട് ചെയ്തു, അതിനെ ഷെയർ ചെയ്തു, സബ്സ്ക്രൈബ് ചെയ്തു. എല്ലാത്തിനും വളരെയധികം നന്ദി. അപ്പോൾ അങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്തപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ നമ്മൾ ഇപ്രാവശ്യം അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയ നമുക്ക് എല്ലാവർക്കും ആവശ്യം ഉള്ള അല്ലേ, എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം കാണിക്കാനാണ് പോണത്. അത് വേറെ ഒന്നുമല്ല, ഹെയർ ഓയിലാണ്. അതായത് നിഖിലിന്റെ തലമുടി നന്നായിട്ട് കൊഴിഞ്ഞായിരുന്നു, ഇവിടെയൊക്കെ നന്നായിട്ട് കൊഴിഞ്ഞു പോയായിരുന്നു. അപ്പം ആ സമയത്ത് കുറെ സാധനങ്ങളൊക്കെ തേച്ചിട്ട് ശരിയാവാതിരുന്നപ്പം ഇങ്ങനെ ഗൂഗിളൊക്കെ ചെയ്ത് എല്ലായിടത്തും സെർച്ച് ചെയ്ത് നമ്മുടേതായ കുറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഒരു ഓയിൽ ഉണ്ടാക്കി, ഹെയർ ഓയിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല റിസൾട്ട് വന്നു. മുടി കൊഴിയണില്ല, മുടി വളർന്നു തന്നെ ഉണ്ട്. കൊഴിയണ നമുക്ക് ശരിക്കും അറിയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കുളിച്ചോണ്ടിരുന്ന സമയത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കുളി കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുമ്പോൾ കയ്യിൽ ഇങ്ങനെ വിരലുകളുടെ ഇടയിലൊക്കെ നമുക്ക് ഇങ്ങനെ മുടി വരുമായിരുന്നു. പില്ലോയിലും തലവണയിലൊക്കെ ഇങ്ങനെ മുടി ഇങ്ങനെ വീണ് കിടക്കുമായിരുന്നു. ഇപ്പൊ അതൊക്കെ സ്റ്റോപ്പായി. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഒരു ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ എനിക്ക് ചെയ്തു തരാമെന്ന് വിചാരിച്ചു. അപ്പൊ അതാണ് ഇന്ന് കാണിക്കാൻ പോണേ, ഹോം മെയ്ഡ് ഹെയർ ഓയിൽ. അതുപോലെ തന്നെ അതിനകത്ത് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മൾ ഈസി ആയിട്ട് കിട്ടാവുന്ന സാധനങ്ങളുമാണ്. അതെ. അപ്പൊ ഇത് ഇതിന്റെ പിള്ളേർക്കും കൂടെ ഉപയോഗിക്കാൻ പാകത്തിനുള്ള ഒരു ഹെയർ ഓയിലാണ് ഞാൻ ചെയ്യണത്. അപ്പം കുഞ്ഞു പിള്ളേർക്കൊക്കെ ഉപയോഗിച്ച് തുടങ്ങാം. പെൺപിള്ളേർക്കൊക്കെ നല്ല മുടി വളരാനും എല്ലാവർക്കും ഉപയോഗിക്കാം കേട്ടോ. പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾക്ക് മുടിയൊക്കെ തഴച്ചു വളരും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ഇൻഗ്രീഡിയന്റ് കറ്റാർവാഴയാണ്. കറ്റാർവാഴ നമ്മൾ കട്ട് ചെയ്യും. പിന്നെ കറി ലീവ്സ്, ഉലുവ, തുളസിയില. ഈ തുളസിയില ഓപ്ഷനിലാണ്. ഞാനിതിൽ ചേർക്കണ കാര്യം, ഇത് ഞാൻ ചില്ലുവിൻ്റെ തലയിലും മോളുടെ തലയിലും തേക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ തുളസിയില ചേർക്കണം. ഇത് നല്ലതല്ലേ. പിന്നെ ഉള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളി ശരിക്കും ഹെയർ ഗ്രോത്തിന് ഭയങ്കര നല്ലതാണ്. പക്ഷെ ചില സമയത്ത് ഞാൻ ഉണ്ടാക്കുമ്പോൾ ഉള്ളി ഇടാറില്ല, കാരണം അതിന് ചെറിയൊരു മണമുണ്ട്. അപ്പം അത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ ടോട്ടലി അവോയ്ഡ് ചെയ്യാം. അത്ര തന്നെ സ്ട്രോങ് ആയിട്ടുള്ള 2-3 ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, കറ്റാർവാഴയും ഉലുവയും. ഉള്ളി എനിക്ക് അധികം ഇഷ്ടമല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഷാമ്പു ഇട്ടാൽ ആ മണം പോകുള്ളൂ. അപ്പോൾ ഷാമ്പു ഇടുന്നത് എനിക്ക് ഇഷ്ടമല്ല. കാരണം എന്ന് വെച്ചാൽ എണ്ണ ഓൾറെഡി തേച്ചേക്കണം, എന്തിനാ അതോടെ ഇരിക്കാനല്ലേ. അപ്പോൾ ഷാമ്പു ഇട്ട് കളഞ്ഞുകൊണ്ട് കാര്യമില്ല. അപ്പൊ ഈ എണ്ണ തലയിൽ പെട്ടെന്ന് പിടിക്കാനുള്ള ഒരു മെത്തേഡും കൂടെ ഞാനിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ, തേച്ച് കാണിക്കാം. ഞാൻ അതിന്റെ മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. അപ്പം വെയിറ്റ് ചെയ്യുക, കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഇതൊക്കെ തന്നെ നല്ല സ്ട്രോങ്. അപ്പൊ ഉള്ളിയുടെ ആവശ്യം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഉള്ളി ഇല്ലാണ്ടും ഞങ്ങൾ എണ്ണ ഉണ്ടാക്കാറുണ്ട്. ഞാൻ എൻ്റെ കറ്റാർവാഴ കാണിച്ചു തരാവേ. കറ്റാർവാഴ എൻ്റെ കറ്റാർവാഴ കണ്ടില്ല. അപ്പൊ ഇതാണ് നമ്മുടെ സാധനം. കറ്റാർവാഴ ഒരു എഫേർട്ടും ഇല്ലാണ്ട് വളർന്നു വന്നതാ. കാക്ടസിന്റെ കൂട്ടത്തിലുള്ളതാ. അതിന് വെള്ളവും വേണ്ട, ഒന്നും വേണ്ട, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കുറെ നാൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോ നോക്കിയപ്പോ ഇത് ഓൾറെഡി വളർന്നു. അതിന്റെ ഉള്ളിൽ കുഞ്ഞുവാവകളൊക്കെ കണ്ടില്ലേ. അപ്പൊ നമ്മള് കറ്റാർവാഴ എടുത്തു. ഇത് ഞാൻ ഓൾറെഡി കണ്ടിച്ചു വെച്ചത്, നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ ഒന്നോടെ കണ്ടിച്ച് കാണിക്കാം കേട്ടോ അതെങ്ങനെയാന്ന്. നമ്മൾ ഏറ്റവും അവസാനത്തെ കറ്റാർവാഴയിന്ന് ഏറ്റവും അറ്റത്ത് അവസാനം നിൽക്കുന്ന കറ്റാർവാഴയിന്ന് ഉള്ള നമ്മൾ അങ്ങ് അറ്റത്ത് പോയിട്ട് അങ്ങ് തണ്ടിനോട് ചേർന്നിരിക്കുന്ന ഭാഗം ഇങ്ങനെ കണ്ടിച്ചെടുക്കണം. ഇങ്ങനെ കണ്ടിച്ചെടുക്കും. അപ്പൊ കണ്ടിച്ചു കഴിയുമ്പോഴത്തേക്ക് അതിൽ നിന്ന് ഒരു ദ്രാവകം വരും. ആക്ച്വലി അത് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്ത് അതിലോട്ട് വീണോളും. കണ്ടില്ല, ഒരു മഞ്ഞ കളർ ദ്രാവകം വന്നില്ലേ. അത് ശരിക്കും നമ്മുടെ കയ്യിൽ തൊട്ട ചൊറിയണ ഒരു സാധനം. അത് ശ്രദ്ധിക്കുക. ആ സാധനം ഒന്ന് കഴുകിയെടുത്താലും മതി, ഇത് പൊക്കോളും. അവിടെ വെച്ചേക്കാം. അപ്പം ഞാനിത് കാണിക്കാൻ വേണ്ടി കണ്ടിച്ചതാണ്. അപ്പം ഞാനിവിടെ ഓൾറെഡി കട്ട് ചെയ്ത് എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആ കറ്റാർവാഴയുടെ സംഭവം നമുക്ക് ആവശ്യത്തിന് അങ്ങ് കട്ട് ചെയ്തെടുക്കാൻ പോയി. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഇതിൻ്റെ മുള്ള് ജസ്റ്റ് ഒന്നങ്ങ്, ചെറിയ ചൊറിച്ചിൽ ചിലവർക്ക് തോന്നും ഈ കറ്റാർവാഴയൊക്കെ അരിഞ്ഞെടുക്കുമ്പം. എനിക്ക് തോന്നാറുണ്ട്, ഈ ചേനയൊക്കെ നമ്മൾ അരിയുമ്പോൾ തോന്നണ ഒരു ചൊറിച്ചിൽ പോലെ തോന്നും. അത് പെട്ടെന്ന് പോവും, എണ്ണയൊക്കെ തൂത്ത് കഴിഞ്ഞാൽ അങ്ങ് പൊക്കോളും. നമ്മളൊരു 500 ml വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പോണേ. വെളിച്ചെണ്ണ വേണം ഇതിന് ഉപയോഗിക്കാൻ. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വെളിച്ചെണ്ണ വാങ്ങുമ്പം ഈ പാരച്യൂട്ട് അങ്ങനെയുള്ള വെളിച്ചെണ്ണ വാങ്ങാണ്ടിരിക്കുക. അതായത് കോൾഡ് പ്രസ്ഡ് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. അതായത് കോൾഡ് പ്രസ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തേങ്ങയുടെ പാലിൽ നിന്ന് എടുത്തിട്ട് അതിങ്ങനെ ഊറാൻ വെച്ചിട്ട് അതിൽ നിന്ന് എടുക്കുന്ന വെളിച്ചെണ്ണയാണ് കോൾഡ് പ്രസ്ഡ് എന്ന് പറയുന്നത്.
അത് കോൾഡ് പ്രസ്ഡ് എന്ന് പറഞ്ഞ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. ഓർഗാനിക് കോൾഡ് പ്രസ്ഡ് എക്സ്ട്രാ വിർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞാൽ കിട്ടും. അത് വാങ്ങാം. അതാണ് പ്യുവർ ആയിട്ടുള്ളത്. അല്ലാണ്ട് ഈ പാരച്യൂട്ടും അങ്ങനെയുള്ളതൊക്കെ വാങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുമെന്ന് അറിയില്ല. വാങ്ങുമ്പോൾ അത് വാങ്ങുക. കാരണം നമ്മൾ ഈ പാരച്യൂട്ടൊക്കെ വാങ്ങുമ്പോഴത്തേക്കും തന്നെ നല്ല കാശുണ്ട്. അതിലും ഭേദം ഫലം കിട്ടും എന്നുള്ള സാധനം വാങ്ങി ചെയ്യണതല്ലേ അതിൻ്റെ നല്ലത്. അപ്പം ഞാനിവിടെ ഉപയോഗിച്ചേക്കണ കോൾഡ് പ്രസ്ഡ് എക്സ്ട്രാ വിർജിൻ കോക്കനട്ട് ഓയിലാണ്. അപ്പോൾ അത് ഞാനൊരു 500 ml എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചട്ടി ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആ എണ്ണ, തണുപ്പായ കാരണം എണ്ണ ഇങ്ങനെ ചെറിയ കട്ടി പിടിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായി, നല്ല ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കുക. ഉള്ളി, ഞാൻ കറിവേപ്പില ഇട്ടു. പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. ഇതിലൊക്കെ ചെറിയൊരു വെള്ളമയം ഉണ്ട്. കാരണം ഞാൻ ഫ്രഷ്ലി എടുത്തതായത് കാരണം എല്ലാത്തിലും ഏകദേശം ഒരു ഇത് കറ്റാർവാഴ ഇട്ടു. സോറി, പറയാൻ മറന്നുപോയി, കറ്റാർവാഴ ഇട്ടു. അപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിൽ വീണ് കഴിഞ്ഞു. ഇനി അത് നന്നായിട്ട് തിളച്ച് അത് അതിൽ നിന്നുള്ള സത്തൊക്കെ ഇറങ്ങണം. നിങ്ങളിത് ചെയ്യുമ്പം ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരച്ചിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. അന്നേരം എന്നാ വെച്ചാൽ കരിയാണ്ട് സൂക്ഷിച്ചാൽ മതി. പെട്ടെന്ന് കരിയാൻ സാധ്യതയുണ്ട്. ഞാനിവിടെ അത് ചെയ്യാത്ത എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ബിസി ആയിട്ട് ഓരോ കാര്യങ്ങളായിട്ട് ഓടി കിടക്കും. അപ്പം എത്രയും പെട്ടെന്ന് ഒരു കാര്യം ചെയ്ത് കിട്ടാനേ നോക്കുള്ളൂ. അപ്പം ഇതാകുമ്പോൾ വെറുതെ അരിഞ്ഞം കിട്ടാൽ മതി. ഇതും നല്ല, ഇതിങ്ങനെയാണ് ഞാൻ ചെയ്യണം. ഞാൻ അരയ്ക്കാറൊന്നുമില്ല. ഇത് നന്നായിട്ട് ഇങ്ങനെ ചെറിയ ഫ്ലെയിമിലിട്ട് അതിൻ്റെ കണ്ടൻസ്, അതിൻ്റെ ഉള്ളിലെ നല്ല സാധനങ്ങളൊക്കെ എണ്ണയിലോട്ട് ഇറങ്ങണം. നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഈ ചെറിയൊരു ലോ ഫ്ലെയിമിൽ കിടന്നിട്ടാണ് ഇത് ചൂടായി എല്ലാം ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് അരിച്ചെടുക്കാം. ഇത് ഇപ്പോൾ ഏകദേശം ഒരു മൂത്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഉള്ളിയൊക്കെ നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അലോവേറ ആണെങ്കിലും നന്നായിട്ട് അതിൻ്റെ ഉള്ളിലുള്ള സാധനമൊക്കെ മുരിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ അത് ഇറക്കാറായിട്ടുണ്ട്. ഒരു 2 മിനിറ്റിനുള്ളിൽ നമ്മൾ ഇറക്കും അത്. അപ്പം നമ്മൾ ഇറക്കാൻ പോവാണ്. സംഭവം ഓഫ് ചെയ്തു. നമ്മളൊരു അരിപ്പയിലോട്ട് ഇതിൽ വെള്ളമൊന്നും ഇല്ലാണ്ട് നല്ല ഉണക്കി വെടുത്ത സാധനങ്ങൾ വേണം. ഇല്ലെങ്കിൽ ഈ എണ്ണ നമുക്ക് 1 മാസത്തേക്ക് 1.5 മാസത്തേക്കൊക്കെ ഉപയോഗിക്കാം. എല്ലാവരും ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു മാസമൊക്കെ നിൽക്കുള്ളൂ. ഇത് ഞാൻ അരിക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പിലോട്ട് ഒഴിക്കുവാണ്. അപ്പോൾ ഇതാ നമ്മൾ ഉണ്ടാക്കിയ എണ്ണ നല്ല എടുക്കാൻ ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടുണ്ട്. അപ്പോൾ അതിതായിരിക്കണം, കണ്ടില്ലേ? അപ്പോൾ എണ്ണയൊക്കെ ശരിയായി. അപ്പോൾ എണ്ണ എടുത്ത് വെക്കുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഒരിക്കലും പ്ലാസ്റ്റിക് അങ്ങനെയുള്ള സാധനങ്ങളിൽ എടുത്ത് വെക്കരുത്. ഇങ്ങനെ ഒരു കുപ്പി എടുത്ത് അത് നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി അല്ലെങ്കിൽ വെള്ളം ഇല്ലാണ്ടാക്കിയിട്ട് അതിലൊഴിച്ച് ചൂടാറുമ്പോൾ അതിലൊഴിച്ച് വേണം വെക്കാൻ. അത് എത്ര നാൾ വേണമെങ്കിലും നിന്നോളും. ഒരിക്കലും വേറെ ഒന്നിലും ഒഴിച്ച് വെക്കരുത്. ചില്ലുകുപ്പി തന്നെ എടുക്കുക, അതാണ് ഏറ്റവും നല്ലത്. ഈ എടുത്ത നമ്മുടെ ഉണ്ടാക്കിയ എണ്ണയില്ലേ, നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഇങ്ങനെ ഫിംഗർ ടിപ്സിലാക്കിയിട്ട് ഭംഗി നോക്കിക്കൊണ്ടിരിക്കുക. അതിങ്ങനെ തലയോട്ടിയിൽ ചിലർ ചെയ്യണ ഒരു പരിപാടി ഉണ്ട്, മുടിയിൽ തേച്ച് വെക്കും. മുടിയിൽ തേച്ചിട്ട് ഒരു പ്രയോജനമില്ല. അത് തലയോട്ടിയിൽ പിടിക്കണം. ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം. അടുത്ത സെക്ഷൻ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് അത് എല്ലായിടത്തും വരണം. അതിൻ്റെ ഉള്ളിൽ തേക്കേണ്ടത്, മുടിയിലല്ല തേക്കേണ്ടത്. ഉള്ളില് അതിന്റെ സ്കാൽപ്പിൽ തേച്ച് നന്നായിട്ട് പിടിപ്പിക്കാം. ഉള്ളിയൊക്കെ ഉണ്ട്, നല്ല മണമായിരിക്കും. ഉള്ളി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് കുറച്ച് പോർഷൻ, ആ മുടിയില്ലാത്ത പോർഷൻ ഇവിടെ തേച്ചേക്കണത്. അപ്പൊ മുഴുവൻ പോണത് അപ്പൊ അവിടെ തേച്ചേക്കണം. അപ്പൊ എന്നിട്ട് ഞാൻ ചെയ്യണ എന്നാന്ന് പറയട്ടെ, ഒരു പുക തന്നെ, ആവി തന്നെ കണ്ടില്ലേ? ഇത് ഞാൻ ചെറിയ ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് അത് തലയിൽ ഒന്നങ്ങ്, നമുക്ക് പെണ്ണുങ്ങൾക്കാണെങ്കിൽ കെട്ടി വെക്കാം, ആണുങ്ങൾക്ക് ഒന്ന് ഇങ്ങനെ ഒരു ഇതുപോലെ അങ്ങ് വെച്ച് ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ ആ സാധനം അവിടെ ഇരിക്കണം, ചെറിയ ചൂടിൽ. അല്ലെങ്കിൽ നല്ല ചൂടാണെങ്കിൽ കുറച്ച് നേരം ഒന്ന് പിഴിഞ്ഞ് ഒക്കെ എടുത്ത് തലയിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്കാൽപ്പിലുള്ള അതിൻ്റെ പോൾസൊക്കെ ഓപ്പണായി
അതിന്റെ എല്ലാ കാര്യങ്ങളും തലയുടെ ഉള്ളിലോട്ട് ഇറങ്ങി പെട്ടെന്ന് റിസൾട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഒരു ദിവസം നൈറ്റ് ഫുള്ള് വെച്ച് കിടക്കുന്ന റിസൾട്ടാണ് ഇതൊരു 15 തൊട്ട് 20 മിനിറ്റ് വരെ വെച്ച് കിടന്നാൽ. അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ്, ഇങ്ങനെ ചെയ്ത് നോക്കുക. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്കൊരു കാര്യമുണ്ട്, അവര് ഈ ബുദ്ധിമുട്ടാൻ തയ്യാറാവില്ല. ഞാൻ ഉൾപ്പെടെ എല്ലാവരുടെയും കാര്യം പറഞ്ഞ എന്തൊക്കെ മാർഗങ്ങൾ ഉണ്ടെങ്കിലും നമ്മളതൊന്നും ചെയ്യില്ല. പക്ഷെ നിവർത്തിയില്ലാതെ വന്നു കഴിയുമ്പോ ആണ് എല്ലാരും ഇതൊക്കെ ട്രൈ ചെയ്യണത്. എന്നെയാണോ ഉദ്ദേശിച്ചത്? ആ ചാച്ചനല്ല, എല്ലാരും. ഞാനും അങ്ങനെ തന്നെ. ഞാനും ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ മാർഗങ്ങളുണ്ടാവും, അതൊരിക്കലും ചെയ്യില്ല, മടികാരന ചെയ്യില്ല. അവസാനം അയ്യോ കൈവിട്ടു പോയി എന്ന് പറഞ്ഞ സീൻ വരുമ്പോഴാണ് ഇത് നമ്മള് ചെയ്യണത്. അപ്പോ അതുകൊണ്ട് അങ്ങനെ സീൻ വരാണ്ട് അതിന് മുമ്പേ ചെയ്തോളുക. ഇത് പിള്ളേർക്ക് നല്ലതാണ്, പെൺപിള്ളേർക്കൊക്കെ നല്ല കട്ടി മുടി വരാനൊക്കെ നല്ലതാ. അപ്പൊ ചില്ലുവിന് ഞാനിത് തേക്കുന്നുണ്ട്. ഇല്ലേ, നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ വ്ലോഗിന്റെ മൈക്രോഗ്രീൻസ് ചെയ്തില്ലേ, അപ്പൊ അതിന്റെ ഒരു ഫോളോ അപ്പ് പോലെ വളർന്നു വന്നിട്ടുണ്ട് ചെടികളൊക്കെ. അതൊക്കെ ഞാൻ കാണിച്ചു തരാവേ. ഇത് മണ്ണല്ല, ഇത് ടിഷ്യൂ ആട്ടോ. ഉണ്ടല്ലേ, ഞാൻ ടിഷ്യൂ കുത്തി നിറച്ച ടിഷ്യൂ ഓർമ്മയില്ലേ, അതിൽ നിന്ന് വന്നതാ. ഇത് നമ്മുടെ ആ ബ്ലാക്ക് ലെന്റില് പയറിന്റെ ആ വന്നിക്കണം, ബ്ലാക്ക് പയറിന്റെ. പിന്നെ ഇത് ഓർണമെന്റൽ ചെയ്യാന്ന് പറഞ്ഞില്ലേ, അത് ഓർണമെന്റൽ നല്ല ഭംഗിയുള്ള കപ്പിൽ നല്ല ഭംഗിക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഈ ട്രെയിൽ ചെയ്തേക്കണ മൈക്രോഗ്രീന്റെ ഇത് ബ്ലാക്ക് ലെന്റില്. പിന്നെ ഇത് കടലയാ. പിന്നെ ഇത് നമ്മുടെ ആസ് യൂഷ്വൽ സ്ഥിര ഐറ്റം പയറ്, ചെറുപയറ്. അപ്പം അതൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് ഒരാഴ്ച ആയില്ലേ, അപ്പൊ നമുക്ക് എടുക്കാം. ഇന്ന് മിക്കവാറും എല്ലാം തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 1-2 ദിവസം സൂക്ഷിക്കാം. അപ്പം ഈ മൈക്രോഗ്രീൻസ് കാണാത്ത ആൾക്കാരുണ്ടെങ്കിലേ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്ക്, ഒന്ന് പോയി കാണണേ. നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളതാ. അപ്പം ലിങ്കും കൊടുക്കാം. പിന്നെ ഈ സൈഡിൽ ഞാൻ ഇപ്പൊ ഇതിന്റെ മേലെ കൂടെ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾ മൈക്രോ ഗ്രീൻസ് കാണാം. അപ്പം നമ്മുടെ എണ്ണ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു കുപ്പിയിലാക്കി. ഇത് 1/2 ലിറ്റർ 500 ml എണ്ണ ഞങ്ങൾ ഉപയോഗിക്കാൻ പോണ എണ്ണയാണ്. അതെ. അപ്പൊ ഇനിയിപ്പോ കുറച്ചേരം ഞാനിപ്പോ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് എനിക്ക് ഇനിയിപ്പോ കുളിക്കാൻ പോണം. ഞാനിങ്ങനെ എന്റെ മുടി ഞാൻ വളർത്തി അങ്ങ് എടുക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഈ എപ്പിസോഡുകളും ഈ ഞങ്ങൾ പറയുന്ന ഓരോരോ വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫീഡ്ബാക്ക് പറയുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഞങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുള്ളൂ. അപ്പൊ ചേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചേഞ്ച് ചെയ്യാം. അപ്പം താങ്ക് യു, എല്ലാവർക്കും താങ്ക് യു. ഓക്കെ, അപ്പോ അടുത്തൊരാഴ്ച കാണുന്നവരെ ബൈ ഫ്രം ട്രാവൽ ആൻഡ് ഫുഡ് സ്റ്റോറി.